എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ഭാഗവത മഹാത്മ്യത്തിൽ 3-ാമത്തെ അധ്യായം കഴിഞ്ഞു, 4-ാമത്തത് തുടങ്ങാൻ പോകുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 4-ാം അധ്യായം, ശ്ലോകം 1. ശ്രീസൂത ഉവാച അധ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ. അധ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ. വനമാലീഘനശ്യാമ പീതവാസ മനോഹരഃ കാഞ്ചീകലാവരുരുചിരോ ലസന്മകുടകുണ്ടലഃ. വനമാലീഘനശ്യാമ പീതവാസ മനോഹരഃ കാഞ്ചീകലാവരുചിര ലസന്മകുടകുണ്ടലഃ. ശ്രീബംഗലളിതശാരോ കൗസുവേന വിരാജിതഃ കോടിമന്മഥലാവണ്യോ ഹരിചന്ദനചർച്ചിതഃ. പരമാനന്ദചിന്മൂർത്തി മധുരോ മുരളീധരഃ ആവിവേശ സ്വഭക്താനാം ഹൃദയാല്യാമലാനിജം. പരമാനന്ദചിന്മൂർത്തി മധുരോ മുരളീധരഃ ആവിവേശ സ്വഭക്താനാം ഹൃദയാല്യാമലാനിജം. അഥ അനന്തരം വൈഷ്ണവചിത്തേഷു വൈഷ്ണവന്മാരുടെ ചിത്തങ്ങളിൽ അലൗകികം ഭക്തിം ലോകത്തിൽ ലഭിപ്പാൻ പ്രയാസമുള്ളതായ ഭക്തിയെ ദൃഷ്ട്വ കണ്ടിട്ട് നിജലോകം സ്വലോകത്തെ പരിത്യജിച്ചിട്ട് ഭഗവാൻ ഷഡ്ഗുണങ്ങൾ തികഞ്ഞവനും വനമാലയെ ധരിച്ചവനും ഘനശ്യാമ മേഘം പോലെ ശ്യാമളനും പീതവാസാഹ മഞ്ഞപ്പട്ടുകളോടുകൂടിയവനും കാഞ്ചിക്കലാപരുചിര അരഞ്ഞാണമാകുന്ന ആഭരണത്താൽ മനോഹരനും ഉല്ലസൻ മകുരകുണ്ടലഃ ഏറ്റവും പ്രകാശിക്കുന്ന കിരീടകുണ്ടലങ്ങളോടുകൂടിയവനും ശ്രീബംഗലളിതഃ ശ്രീവലിയാൽ സുന്ദരനും ചാരു കൗസ്തുഭേന മനോഹരമായ കൗസ്തുഭത്താൽ വിരാജിതഃ ഏറ്റവും ശോഭിക്കുന്നവനും കോടിൻ മന്മഥലാവണ്യ കോടി മന്മഥനെ പോലെ സൗന്ദര്യത്തോടുകൂടിയവനും ഹരിചന്ദന ചർച്ചിതഃ ഹരിചന്ദനത്തെ ലേപനം ചെയ്തിരിക്കുന്നവനും പരമാനന്ദ ചിന്മൂർത്തി പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടുകൂടിയവനും മധുരഃ ആനന്ദപ്രദനും മനോഹരഃ മനസ്സിനെ ആകർഷിക്കുന്നവനും മുരളീധരഃ മുരളിയെ ധരിച്ചിരിക്കുന്നവനുമായ ഭക്തവത്സലഃ ഭക്തന്മാരിൽ താൽപ്പര്യമുള്ള ഭഗവാൻ സ്വഭക്തനാം തൻ്റെ ഭക്തന്മാരുടെ അമലാനി ഹൃദയാനി നിർമ്മലങ്ങളായ ഹൃദയങ്ങളെ ആവേശിച്ചു. മഹാത്മാക്കൾ ഭക്തിയായിക്കൊണ്ട് അവരുടെ ഹൃദയത്തെ സമർപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹരിയും സ്വലോകമായ വൈകുണ്ഠത്തിൽ നിന്നെഴുന്നള്ളി ഭക്തിയോടുകൂടെ ചേർന്ന് മഹാത്മഹൃദയത്തിൽ തന്നെ വസിച്ചു എന്ന സംഗതിയെ സൂതൻ ശൗനകാദികളോട് പറയുന്നു. സൂതൻ പറഞ്ഞു, അനന്തരം വൈഷ്ണവന്മാരുടെ ഹൃദയത്തിൽ ലോകത്തിൽ ദുർലഭമായ ഭക്തി നിവസിച്ചിരിക്കുന്നു എന്നിട്ട് കണ്ടിട്ട് ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. എങ്ങനെയിരിക്കുന്ന ഭഗവാൻ ഭക്തന്മാരിൽ പരമപ്രേമയുക്തനും പാദം വരെ നീണ്ടുകിടക്കുന്ന വനമാലയെ ധരിച്ചവനും
മേഘം പോലെ ശ്യാമള നിറമുള്ളവനും 2 മഞ്ഞപ്പട്ടിൽ ഒന്നിനെ ഉടുത്തവനും മറ്റൊന്നിനെ ഉത്തരീയമായി ധരിച്ചവനും കാണുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും അരയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണ നിമിത്തം മനോഹരനും അത്യന്തം പ്രകാശിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയവനും ഉദരത്തിൽ കാണപ്പെടുന്ന ത്രിവലിയാൽ സുന്ദരനും മനോജ്ഞമായ കൗസ്തുഭരത്നത്താൽ പ്രകാശിക്കുന്നവനും കോടി മന്മഥ സദൃശമായ സൗന്ദര്യമുള്ളവനും രക്തചന്ദനത്തെ ദേഹത്തിൽ പൂശിയിരിക്കുന്നവനും പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ഏവർക്കും പ്രിയത്തെ ജനിപ്പിക്കുന്നവനും മുരളിയെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായിരുന്നു. വൈകുണ്ഠത്തെ വെടിഞ്ഞു വരുവാൻ എന്തു കാരണമെന്നാൽ ഇവിടെയിരിക്കുന്ന മഹാത്മാക്കളുടെ ഹൃദയങ്ങൾ ക്രോധാദി വൃത്തികളുടെ സമ്പർക്കമില്ലാതിരുന്നതിനാൽ ഭഗവാൻ ഇരുന്നാനന്ദിപ്പാൻ തക്കവിധം നിർമ്മലങ്ങളായിരുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ടാണ് ഭക്തഹൃദയങ്ങളിൽ വന്നിരിക്കുന്നതെന്ന് വർണ്ണിച്ചത് ഭക്തഹൃദയങ്ങളുടെ പരിശുദ്ധതയെയും ഭഗവാന്റെ ഭക്തവാത്സല്യാതിശയത്തോടും സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ധരിക്കണം. അല്ലാതെ ഭക്തഹൃദയങ്ങളിൽ വസിക്കുന്ന ഭഗവാൻ വൈകുണ്ഠത്തിൽ ഇല്ലെന്ന് ധരിക്കരുത്. ശ്ലോകം 5. വൈകുണ്ഠവാസിനോ യേജ വൈഷ്ണവാ ഉദ്ധവാദയ തദ്ഗതാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസിതാഃ. വൈകുണ്ഠവാസിനോ യേജ വൈഷ്ണവാ ഉദ്ധവാദയ തദ്ഗതാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസിതാഃ. വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ഉദ്ധവനാദി വിഷ്ണു ഭക്തന്മാർ കഥ കേൾപ്പാനുള്ള താൽപ്പര്യത്താൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധം ഗൂഢരൂപങ്ങളെ ധരിച്ചുകൊണ്ട് സഭയിൽ വസിച്ചു. ശ്ലോകം 6. തഥാ ജയ ജയാരാവോ രസപുഷ്ടീരലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹൂശകരവോപ്യഭൂത്. തഥാ ജയ ജയാരാവോ രസപുഷ്ടീലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹൂശങ്കരാവോപ്യഭൂത്. അപ്പോൾ ജയ ജയ എന്ന ശബ്ദവും ലോകത്തിൽ കാണപ്പെടാത്തതായ രസപുഷ്ടിയും മലർപ്പൊടി പുഷ്പങ്ങൾ എന്നിവരുടെ വർഷവും അടിക്കടി ശബ്ദവും ഉണ്ടായി. ശ്ലോകം 7. തൽസഭാ സംസിതാനാം ച ദേഹഗ്രേഹാത്മവിസ്മൃതിഃ ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. തൽസഭാ സംസിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതിഃ ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. ആ സഭയിൽ വസിക്കുന്നവർ ശരീരത്തിൽ ഞാനെന്നും ഗൃഹാദികളിൽ എൻ്റേതെന്നുമുള്ള ഭാവമില്ലാതിരിക്കുന്നതിനെ കണ്ടിട്ട് നാരദമുനി പറഞ്ഞു. ശ്ലോകം 8. അലൗകികോയം മഹിമാ മുനീശ്വരാഃ സപ്താഹജനോദ്യ വിലോകിതോ മയാ മൂഢാചടായേ പശുപക്ഷിണോത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി. അലൗകികോയം മഹിമാ മുനീശ്വരാ സപ്താഹജന്യോദ്യ വിലോകിതോ മയാ മൂഢാചടായേ പശുപക്ഷിണോത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി. മുനീശ്വരന്മാരെ, സപ്താഹയജ്ഞത്തിൽ നിന്നുകൊണ്ട് ഉത്ഭവിച്ചിരിക്കുന്ന ലോകാതിശായിയായ മഹിമയെ ഞാനിതാ കാണുന്നു. ഇവിടെയിരിക്കുന്ന മൂഢന്മാർ, ഷഡന്മാർ, പശുക്കൾ, പക്ഷികൾ എന്നിവരെയും പാപസമ്പർക്കമില്ലാതെ പരിശുദ്ധന്മാരായി പ്രകാശിക്കുന്നു. ശ്ലോകം 9. അതോ നൃലോകേ നനു നാസി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലോപവേത്രം അഭോഗവിധ്വംസകരം തദൈവ കഥാ സമാനാം ഭുവി നാസി ജാന്യൽ. അതോ നൃലോകേ നനു നാസി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലോപവേത്രം അഭോഗവിധ്വംസകരം തദൈവ കഥാ സമാനാം ഭുവി നാസി ജാന്യൽ. അതു ഹേതുവായിട്ട് കലിയുഗത്തിൽ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഘത്തെ നിശേഷം നശിപ്പിക്കുന്നതിനും ഭാഗവത കഥ പ്രസ്താവത്തോട് സമാനമായിട്ടുള്ള പരിശുദ്ധ കർമ്മം മറ്റൊന്നും മനുഷ്യലോകത്തിലില്ല. ശ്ലോകം 10. കേ കേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം
സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുകേ ലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗഃ കേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുകേ ലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗഃ. കഥാസ്വരൂപമായ സപ്താഹയജ്ഞത്താൽ ഏതേതു വിധത്തിലുള്ള പാപികൾ ശുദ്ധന്മാരാകുമെന്ന് നിങ്ങൾ എന്നോട് പറയണം. കൃപാലുക്കളായ നിങ്ങളാൽ ലോകത്തിൻ്റെ ഹിതത്തിനെ ഉദ്ദേശിച്ചിട്ട് അനിർവചനീയമായ ഒരു പുതിയ മാർഗം പ്രകാശിക്കപ്പെട്ടു. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.